ഹലോ ഫ്രണ്ട്സ്, കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാഞ്ചനയെ തട്ടിക്കൊണ്ട് വന്നിട്ട് ജീവൻ അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട്, കാഞ്ചനെ, നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാം നടന്നു അല്ലേ? എത്ര കാലമായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന കാര്യമാണിത്. നാളെ നമുക്ക് എവിടെയെങ്കിലും വെച്ചൊന്ന് താലി കെട്ടണം കേട്ടോ. പിന്നെ ഒക്കെ അറിയുമ്പോൾ നിൻ്റെ വീട്ടിലുള്ള എൻ്റെ ഏട്ടനും അച്ഛനും മറ്റുള്ള സഹോദരങ്ങളും എല്ലാം പ്രശ്നമുണ്ടാക്കും, അവർ വാളെടുക്കും. സാരയില്ല, എന്തായാലും കുറേ ആയില്ലേ ഇതൊക്കെ നമ്മൾ സഹിക്കാൻ തുടങ്ങിയിട്ട്. കുറച്ച് കഴിയുമ്പോൾ അവരെല്ലാവരും വരും നമ്മളെ കാണാനും ഒക്കെ ആയിട്ട് എന്നൊക്കെ ഇങ്ങനെ സമാധാനപ്പെടുത്തുന്നുണ്ട് കാഞ്ചനെ. പിന്നെ എനിക്കിതൊന്നും ഒരു പ്രശ്നമില്ലടി. കാര്യം എന്താണെന്നറിയോ, നീ എൻ്റെ കൂടെ വന്നല്ലോ, എനിക്ക് അത് മതി, അതുകൊണ്ട് എനിക്ക് ഒരു പേടിയും ഇല്ല എന്ന് ജീവൻ ഇങ്ങനെ പറയട്ടോ. എന്നിട്ട് എനിക്ക് നിന്നെ കിട്ടിയല്ലോ, അത് മാത്രം മതി. നീ എന്താ ഇങ്ങനെ മുഖം മറിച്ചിരിക്കുന്നത്? നീ എന്താ ഒന്നും മിണ്ടാത്തത് എന്നൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും ജീവൻ ചോദിക്കട്ടോ. പേടി വേണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. പിന്നെ സ്വർണവും പണമൊക്കെ നീ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കട്ടോ. എന്നിട്ട് പെട്ടെന്ന് ആ ബാഗ് എടുക്കുന്നുണ്ട്. ബാഗ് എടുത്തിട്ട് നോക്കാൻ കേട്ടോ, നീ എത്ര പവനാ കൊണ്ടുവന്നത്? മുഴുവൻ എടുത്തോ? ഇതിപ്പോൾ എത്ര കാണും? ക്യാഷ് എത്രയുണ്ട് എന്നൊക്കെ ഇങ്ങനെ ജീവൻ ചോദിക്കണം കേട്ടോ. പക്ഷേ കാഞ്ചന തിരിഞ്ഞ് നോക്കണേ ഇല്ല. ബാഗ് എടുത്തു വെച്ച് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ അതിനകത്ത് നിറച്ചും തുണികൾ മാത്രമേ ഉള്ളൂ. എല്ലാം വാരി വാരി പുറത്തിടുമ്പോൾ ജീവൻ്റെ ടെൻഷൻ കൂടുകയാണ്. ഇതെന്താ ഇങ്ങനെ, ഇതിനകത്തൊന്നും ഇല്ലേ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഡി സ്വർണവും ക്യാഷും ഒക്കെ എവിടെ? നീ അതൊന്നും എടുത്തില്ലേ? കുറച്ച് മുമ്പ് പോലും വിളിച്ചപ്പോൾ നിന്നോട് പറഞ്ഞതല്ലേ നീ ഇതെല്ലാം എടുത്തിട്ട് വേണം വരാനെന്ന്. അതിന് വേണ്ടിയല്ലേ നമ്മൾ ഈ ഒരു രാത്രി വരെ കാത്തിരുന്നത്. എന്നിട്ട് നീ എടുക്കാതെ ഇങ്ങ് പോന്നോ? നീ എന്ത് വിചാരിച്ചു നീ എന്നും പറഞ്ഞിട്ട് നീ എന്താ ഒന്നും മിണ്ടാത്തേ? ഇങ്ങോട്ട് നോക്കിയേ കാഞ്ചനെ എന്നും പറഞ്ഞ് ദേഹത്ത് പിടിക്കുക കേട്ടോ. അപ്പോഴത്തേക്കിനും എന്തേ അർജുൻ ആണ് ആ സാരിയൊക്കെ മാറ്റി വരുന്ന അർജുൻ്റെ മുഖം കാണുമ്പോൾ നമ്മൾ ജീവൻ അന്തം വിട്ട് പേടിച്ച് പോവുക കേട്ടോ. ഇപ്പം കണ്ടല്ലോ, നീ ചോദിച്ചില്ലേ എന്താ ഒന്നും മിണ്ടാത്തേന്ന്? ഒന്നും മിണ്ടാനില്ല, അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാത്തത്. ഇനിയെല്ലാം പ്രവർത്തിക്കാനേ ഉള്ളൂ എന്ന് അർജുൻ കേട്ടോ. അർജുനാണ് വേഷം മാറി വന്നിരിക്കണം. എന്നിട്ട് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് ജീവനാടി. രണ്ടുപേരുമായിട്ട് പരസ്പരം നല്ല പോലെ തല്ലുകൂടുക. അവസാനം ശരിക്കടി കണ്ട് നമ്മുടെ ജീവൻ അവശനാവുകയാണ് കേട്ടോ. അപ്പോൾ ജീവനോട് പറയുന്നുണ്ട്, നീ എന്താ കരുതിയത്? നീ എങ്ങനെയെങ്കിലും എൻ്റെ ചേച്ചിയെ ചതിക്കണം അല്ലേ? അതായിരുന്നു നിൻ്റെ പ്ലാൻ. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ ഇതെല്ലാം എപ്പോഴും നീ ഒരു കാര്യം വിചാരിക്കണം, എന്നും സത്യവും നന്മയും മാത്രമേ ജയിച്ചിട്ടുള്ളൂ. പിന്നെ ദൈവമല്ലേ ഇതൊക്കെ നടത്തുന്നത്. പിന്നെ ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു കളി കൂടെയാണ്, അത് നീ മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെ അർജുൻ പറയട്ടോ. പിന്നെ കളി മാറിയത് എങ്ങനെയാണെന്ന് നിനക്കറിയണ്ടേ? ദൈവത്തിൻ്റെ കളി അത് നിനക്കറിയണ്ടേ എന്നും പറഞ്ഞ് തൂണോട് ചേർത്ത് വെച്ചിട്ട് നമ്മുടെ ജീവൻ പറയുന്നുണ്ട് കേട്ടോ. നീയേ മോഹിനി ആൻറ്റി വിളിച്ച് എന്താ പ്ലാൻ സംസാരിച്ചിരുന്നത്? ഇന്ന് രാത്രിത്തെ കാര്യം അല്ലേ? അത് രാഖി കേട്ടിരുന്നു. അപ്പോൾ രാഖി എന്നെ വിളിച്ച് പറയുന്നു, മനസ്സിലായോ? പിന്നെ കാണിക്കുന്നത് രാഖിയെ മോഹിനി രാത്രി ഇങ്ങനെ ജീവനോട് പറയുന്നുണ്ട്, ജീവ എന്നും പറഞ്ഞ് വിളിച്ച് തുടങ്ങുമ്പോഴാണ് ഫോണിൽ രാഖി കേട്ടിട്ട് പറഞ്ഞത്, ഏത് ജീവനായി ആരോടാ സംസാരിക്കണത്? അപ്പോഴാണ് ജീവൻ പറയുന്നതും പണവും സ്വർണ്ണവും അടിച്ച് മാറ്റി ചതിക്കുന്ന കാര്യങ്ങൾ ഇവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം രാഖി കേൾക്കുകയാണ്. അപ്പോൾ രാഖി ഉടനെ തന്നെ നമ്മുടെ അർജുനെ വിളിച്ച് പറയുന്നുണ്ട്, അർജുനേട്ടാ ഇങ്ങനൊരു സംഭവമുണ്ട്, സത്യമാണെന്ന് എനിക്ക് അറിയില്ല. ആ ജീവൻ ശരിക്കും പറഞ്ഞാൽ സ്നേഹിക്കുന്നതല്ല, ചതിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള സംസാരം കൂടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ലാണ്ട് അവരോട് സ്നേഹം കൊണ്ടല്ല അവരോട് ഒളിച്ചോടുന്നതെന്ന് എല്ലാ കാര്യങ്ങളും രാഖി പറയുന്നുണ്ട്. നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അത് മോഹിനി ആൻറ്റി സംസാരിക്കുന്നത് ഞാൻ കേട്ടെന്ന് പറയട്ടോ. അങ്ങനെ അതും കേട്ടിട്ട് ഓടി നേരെ മീനുവിനോട് പറഞ്ഞു, മീനു നമ്മൾ വിചാരിക്കുമ്പോഴല്ലേ ഇവിടെ പല കാര്യങ്ങളും രഹസ്യമായി നടക്കുന്നുണ്ട്, നീ അറിയുന്നുണ്ടോ? കാഞ്ചന ചേച്ചി ഇങ്ങനെ ആ ജീവനുമായിട്ട് പ്രണയത്തിലാണ്. ഇന്ന് രാത്രി അവർ ഒളിച്ചോടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒന്ന് കാഞ്ചന ചേച്ചിയോട് സംസാരിക്കട്ടെ എന്നും. പിന്നെ ഇതെല്ലാം രാഖി ഇപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ അറിയണത്, അയാൾ ചതിക്കാനുള്ള പരിപാടിയാണ് എന്നും കൂടെ പറഞ്ഞിട്ട് നേരെ കാഞ്ചനോട് ചോദിക്കാൻ പോകുമ്പോൾ മീനു പറയുന്നുണ്ട്, അർജുൻ ഒരു നിമിഷം നിൽക്ക്, കാഞ്ചന ചേച്ചിയും ജീവനുമായിട്ടുള്ള സ്നേഹം ആണെന്ന് എനിക്കറിയായിരുന്നു. അതെങ്ങനെ നിനക്കറിയാം? അതെ, അത് ഞാൻ കണ്ടുപിടിച്ചിരുന്നു. അവനെ വേണ്ടിയിട്ട് യാചിക്കാൻ വേണ്ടി ഞാൻ അവനോട് പോയിരുന്നു. പക്ഷേ അവൻ എൻ്റെ അമ്മയെ കൊല്ലുമെന്ന് അർജുൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് മീനു അവിടെ പോയി സംസാരിച്ച കാര്യങ്ങളെല്ലാം അർജുനോട് തുറന്ന് പറയുന്നത് കേട്ടോ. അവസാനം നീ എന്താ മീനു ഇത്രയും ദിവസം എന്നോട് പറയാതിരുന്നേ? നീ എന്തെങ്കിലും ചാടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അമ്മ അപകടത്തിലാവും അർജുൻ, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. ഒന്നും വരില്ല, നീ സമാധാനമായിട്ടിരിക്കുക. നീ ഒരു കാര്യം ചെയ്യും, കാഞ്ചന ചേച്ചിയോടുത്ത് പോയി സംസാരിക്കുക. അതല്ല അർജുൻ, ഇവിടെ അവൻ്റെ ആൾക്കാരുണ്ട്, ഇവിടെയുണ്ട്, കാറ്ററിംഗ് സർവീസിനകത്ത് തന്നെ ഉണ്ടെന്ന് പറയാം. അതാ പറഞ്ഞ നീ കാഞ്ചന ചേച്ചിയോട് പോയി കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കുക. ഞാൻ അമ്മയെ അങ്ങോട്ട് എവിടെയെങ്കിലും മാറ്റി നിർത്താം, എന്നിട്ട് ഞാൻ വരാമെന്നും പറഞ്ഞിട്ട് പിന്നെ അച്ഛനും അമ്മയും ഇതൊന്നും അറിയണ്ട, അവരെ ബുദ്ധിമുട്ടിക്കരുതേ എന്നും പറയാം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് മീനു അങ്ങോട്ട് ചെല്ലാട്ടോ. അതാണ് കഴിഞ്ഞ ദിവസം നമ്മളെ കാണിക്കുന്നത്. മീനു ചേച്ചി റെഡിയായി ഇരിക്കുകയാണല്ലേ? അതെ, നമുക്ക് പോവാം, നീ അമ്മയും എല്ലാവരും ഉറങ്ങിയോ നോക്ക് എന്ന് പറഞ്ഞ് കാഞ്ചന ബാഗൊക്കെ ആയിട്ട് പാക്ക് ചെയ്തിരിക്കുമ്പോൾ മീനു പറയണം, ചേച്ചി ഇപ്പം ചാടിക്കയറി അവിടെ ഇറങ്ങിയാൽ തന്നെ ആൾക്കാരുടെ മുമ്പിൽ പെടും, അതുകൊണ്ട്
നമുക്കൊന്ന് സമാധാനത്തോടെ ഇറങ്ങിയാൽ പോരെ. അതൊന്നും പറ്റില്ല, നീ ചെല്ല്, അവരെയൊക്കെ മാറ്റ്, എനിക്ക് ചേച്ചിയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്ത് സംസാരിക്കുക? ഒന്നും സംസാരിക്കണ്ട, ചേച്ചി സമാധാനപ്പെടുമെന്ന് പറയാം. പക്ഷെ മീന് വിടുന്നില്ല. അവസാനം നമ്മുടെ കാഞ്ചന പറയുന്നുണ്ട്, ശരി നീ എന്താന്ന് വെച്ചാൽ പറഞ്ഞ് തൊലയ്ക്കുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം മീന് പറഞ്ഞ് ബോധിപ്പിക്കുന്നുണ്ട്. പക്ഷേ കാഞ്ചന അതൊന്നും വിശ്വസിക്കാനും തയ്യാറാവണില്ല, ഒന്നിനും തയ്യാറാവണില്ല. അന്നേരം തന്നെ നമ്മുടെ വീണ്ടും നമ്മൾ മീന് പറയുന്നുണ്ട്, ചേച്ചിക്ക് അയാളോട് സ്നേഹം ഉണ്ടായിരിക്കാം, പക്ഷേ അയാൾക്ക് തിരിച്ചുണ്ടോ? ആ ഉണ്ട്. ഉറപ്പാണ്, എനിക്കറിയാം ജീവൻ എന്നോട് സ്നേഹമുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ചേച്ചി പണ്ട് അയാളെ ചതിച്ചതല്ലേ, അതിൻ്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് ചേച്ചി വെറുതെ നാടകം കളിക്കുന്നതാണ്. അല്ലാതെ അയാൾക്ക് ഒരു സ്നേഹവും ചേച്ചിയോട് ഇല്ല. ആര് പറഞ്ഞടി ഇതൊക്കെ നിന്നോട് എന്നായി കേട്ടോ. അപ്പോഴാണ് ഇത് അർജുൻ കയറി വരുന്നത്. ഓ, ഇപ്പം മനസ്സിലായി, നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ടുള്ള പ്ലാനാ അല്ലേ? നിങ്ങൾ രണ്ടുപേരും എന്തൊക്കെ പറഞ്ഞാലും എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനൊന്നും നോക്കണ്ട. ഞാൻ ജീവനോടൊപ്പം പോവും, എനിക്ക് പോകണം, ഒന്നൊറ്റ വാശിയില്ല കേട്ടോ. അവസാനം നിവർത്തി കെട്ട് എല്ലാ കാര്യങ്ങളും രാഖി വിളിച്ച കാര്യങ്ങളെല്ലാം അർജുൻ പറയുന്നുണ്ടെങ്കിലും കാഞ്ചന വിശ്വസിക്കുന്നില്ല. അവസാനം രാഖിയെ ഫോൺ വിളിച്ച് കാഞ്ചനയ്ക്ക് കൊടുക്കുക. അവർ രാഖി തന്നെ സത്യം പറയുന്നുണ്ട്. അപ്പം ഫോൺ വെച്ചിട്ട് നമ്മുടെ അർജുൻ പറയുന്നുണ്ട്, കാഞ്ചന ചേച്ചി, രാഖിക്ക് കള്ളം പറയേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ലല്ലോ, ഇത് അവൾ കേട്ട കാര്യമാണ്. ചേച്ചി ദയവ് ചെയ്തത് വിശ്വസിക്കണം. ശരി, ഞാൻ നിങ്ങളെ രണ്ടുപേരും വിശ്വസിക്കാം. പക്ഷേ എനിക്ക് ജീവനോട് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മയെ അയാൾ കൊല്ലും, അത് ഉറപ്പാണെന്ന് പറയട്ടെ. അതോർത്ത് ചേച്ചി വിഷമിക്കണ്ട, അങ്ങനെയുള്ള കാര്യമൊന്നും പേടിക്കണ്ട. ഞാൻ പോവും, എന്തായാലും ജീവൻ്റെ അടുത്ത് പോകണമല്ലോ, ഞാൻ പൊക്കോളാം. ചേച്ചിയെ പോലെ വേഷം കെട്ടി ഞാൻ പൊക്കോളാം. അങ്ങനെയാണ് കാഞ്ചനയുടെ സാരിയും കാര്യങ്ങളൊക്കെ നമ്മുടെ അർജുൻ വേഷം കെട്ടിയിട്ട് നേരെ ആ കാറ്ററിംഗുകാരുടെ പോകുന്നത്. അപ്പോൾ ജീവനോട് അർജുൻ പറയുന്നത്, നിൻ്റെ മണ്ടന്മാരായ തൊഴിലാളികൾ എന്നെയാണടാ പൊക്കിക്കൊണ്ട് വന്നതെന്ന് പറയാട്ടോ. ശരി, അപ്പോൾ അവസാനം എന്താ ചെയ്യുക? ഞാൻ വിശ്വസിച്ചിട്ടല്ലേ, നീ എന്താ പറഞ്ഞത്? എൻ്റെ ചേച്ചിയെ ചതിക്കാൻ വേണ്ടിയിട്ട് നീ സ്വർണ്ണവും ആഭരണം എല്ലാം കൊണ്ടുവരണമല്ലേ? എന്തൊക്കെയാടാ നീ പറഞ്ഞത്? പിന്നെ നിനക്ക് ഒരു ചുക്കും ചെയ്യാനാവില്ല എന്ന് പറയണം. അപ്പോൾ തന്നെ വീണ്ടും ജീവനാണെങ്കിൽ ദേഷ്യം വന്ന് വീണ്ടും അടിയും തുടങ്ങി കേട്ടോ. നീ എന്താ വിചാരിച്ചത്? എൻ്റെ ചേച്ചിയെ പറ്റിച്ചിട്ട് എല്ലാം കടന്നു കളയാന്നാണോ? ചതിക്കാന്ന് നീ വിചാരിച്ചോ? നാളെ നിശ്ചയിച്ച വിവാഹ സമയത്ത് തന്നെ അത് കറക്റ്റായിട്ട് ആ വിവാഹം നടന്നിരിക്കും. നീ ഒരു ചുക്കും ചെയ്യില്ലടാ. എടാ, നീ നല്ലവനായിരുന്നെങ്കിലേ ചേച്ചിയെ നിനക്ക് തന്നെ ഞങ്ങൾ കെട്ടിച്ച് തരുമായിരുന്നു. പക്ഷേ നീ പ്രണയം നടിക്കുന്ന ഒരു സൈക്കോയാണ്. ഇനിയെല്ലാം നീ അങ്ങ് മറന്നേക്ക്. ഇനി എൻ്റെ ചേച്ചിയുടെ മുന്നിൽ വരികയോ അവളെ ശല്യം ചെയ്യുകയോ ചെയ്തേക്കരുത് എന്നും പറഞ്ഞ് വീണ്ടും അടിയോടടി കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഇനി നിൻ്റെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ നീ ഉപേക്ഷിച്ചോണം. പിന്നെ അവളുടെ കല്യാണം നടക്കില്ല, ഞാൻ നടത്തില്ല. ഇതായി വീണ്ടും ജീവൻ. ശരി, നീ നടത്തില്ലേ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അടുത്തടിയോട് കേട്ടോ ഇടിച്ച് അവശനാക്കി അവിടെ ഇട്ടിട്ട് കയറെടുത്ത് മൊത്തം അയാളെ കൈ കൊണ്ട് ചുറ്റി വരിഞ്ഞ തൂണിൽ കെട്ടിയിടുക. വായെല്ലാം വലിയ ടവല് വെച്ച് ഇറുക്കി കെട്ടിയിട്ട് എന്നിട്ട് പറയുന്നുണ്ട്, വെള്ളവും ഭക്ഷണവും ഒന്നും കിട്ടാതെ നീ ഇവിടെ തന്നെ കിടക്കും. പക്ഷേ എൻ്റെ ചേച്ചിയുടെ കല്യാണം നാളെ രാവിലെ അവിടെ നടക്കും, നീ നോക്കിക്കോ എന്നിങ്ങനെ പറയാട്ടോ. അവസാനം ആ കാര്യങ്ങൾ നമ്മുടെ അർജുൻ അവിടെ നിന്ന് പോവുകയാണ്. ഇവിടെ നേരം വെളുത്തിട്ടും ജീവൻ്റെ അറിവില്ലാത്ത കാരണം മോഹിനി ഇങ്ങനെ ടെൻഷൻ അടിച്ച് ജീവനെ വിളിക്കുകയാണ്. ഫോൺ എടുക്കുന്നില്ല. അപ്പോഴാണ് നമ്മുടെ മാലുവും രാഖിയും കൂടെ അങ്ങോട്ട് വരുന്നത്. എന്താ, ആരെയാ വിളിക്കുന്നത്? ജീവനെയാണോ? ജീവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അല്ലേ എന്ന് രാഖി ചോദിക്കുമ്പോൾ അന്തം വിട്ടു പോകുന്നുണ്ട് കേട്ടോ മോഹിനി. ജീവനോ? ഏത് ജീവൻ? ഇങ്ങനെ ഉരുണ്ട് കളിക്കുകയാണ്. ഓ, ഒന്നും അറിയാത്ത പോലെ. ഇന്നലെ രാത്രി ജീവനെ വിളിച്ച് കാഞ്ചന കാര്യങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. പിന്നെ അത് ഞാനൊന്നുമല്ല, ഞാൻ ഏത് ജീവൻ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഉരുണ്ട് കളിക്കട്ടോ. അവസാനം പറയുന്നുണ്ട്, പിന്നെ ഞങ്ങൾക്ക് അവളെ വെറുപ്പാണ്, കാഞ്ചനയെ. അവളുടെ കല്യാണത്തിന് പോകാൻ നമുക്ക് താല്പര്യം. പക്ഷേ ഞങ്ങളുടെ മക്കൾ അവിടെയുണ്ട്, മരുമക്കളും നല്ലവരാണ്, അവർക്ക് വേണ്ടി ഞങ്ങൾ അവളോട് സഹകരിക്കുന്നത് ഒക്കെ ശരി തന്നെ. പക്ഷേ നീ ഈ കാണിച്ചത് തെറ്റായിപ്പോയി, ശരിയല്ല, നീ ചതിക്കുകയാണ് ചെയ്തത് എന്ന് മാലു പറയട്ടെ. അപ്പോൾ രാഖിയും പറയുന്നുണ്ട്, ഞാനിതെല്ലാം അർജുനേട്ടനെ വിളിച്ച് പറഞ്ഞത് കൃത്യസമയമായിട്ടും ആ സമയത്ത് തന്നെ അർജുനേട്ടൻ ഇടപെട്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഇന്ന് സുഖമായിട്ട് അവിടുത്തെ കല്യാണം നടക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അയ്യോ, മോഹിനി ചമ്മി നാറി പെട്ടിരിക്കണം, എന്താ പറയേണ്ടതെന്ന്. അപ്പോഴത്തേക്കിനും ദേ വരുന്നുണ്ട് അങ്ങോട്ട് നമ്മുടെ രാജേന്ദ്രൻ വന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ ഇറങ്ങിക്കോണം നീ ഇതിനകത്തുനിന്ന്. അയ്യോ ഏട്ടാ, ഞാനെന്തിനാ ഇറങ്ങുന്നത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. നിൻ്റെ ബാഗും എല്ലാം എടുത്ത് ഞാൻ ഉമ്മർത്ത് വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കോ എന്ന് പറയണം. അല്ല ഏട്ടാ, ഞാനത് ചെയ്തതിന് കാര്യമുണ്ട്. ഈ കാഞ്ചന നമ്മുടെ മീനുവിനെയൊക്കെ എന്തുമാത്രം ദ്രോഹിച്ചു നിങ്ങളെയൊക്കെ, അതിനു വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രതികാരം ചെയ്തതാ എന്ന് പറഞ്ഞു നല്ല പിള്ള ചമയാട്ടോ. പക്ഷേ രാജേന്ദ്രൻ പറയുന്നുണ്ടോ, നീ അതിന് വേണ്ടിയല്ല പ്രതികാരം, നിൻ്റെ മോന് വേണ്ടിയിട്ടാണ് നീ ഇപ്പോൾ ഇത് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നീ ഇനി കിടന്ന് ഉരുണ്ട് കളിച്ചിട്ട് കാര്യമില്ല, മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്ന് ഇപ്പം തന്നെ ഇറങ്ങിക്കോ, ഇല്ലെങ്കിൽ നീ എൻ്റെ തനി സ്വഭാവം അറിയും, ഞാൻ കാണിച്ചു തരാം
എന്നും പറഞ്ഞുകൊണ്ട് രാജേന്ദ്രൻ കഴുത്തിന് കുത്തിപ്പിടിച്ച് തള്ളി കൊടുക്കുക കേട്ടോ. നീ മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോക്കോ, ഇനി ഇതിനകത്ത് കയറരുത്. പലതവണ നീ ഇവിടെ സെൻറ്റിമെൻറ്റ്സും കൊണ്ട് വന്നപ്പോഴെല്ലാം അമ്മയും മോനെ ഞാനിവിടെ കയറ്റിയിട്ടുള്ളൂ, ഇനി ഇതിനകത്ത് നീ കടക്കരുത് എന്നും പറഞ്ഞിട്ടാണ് ആ തള്ളി വിടുന്നത് കേട്ടോ. ദൈവം നോക്കിക്കോ, എന്നോട് ഈ കാണിച്ചതിനൊക്കെ നിങ്ങൾക്ക് ശിക്ഷ തരും എന്നും പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോണം കേട്ടോ. അപ്പോൾ ഇറങ്ങി അങ്ങ് പോവാണ്. ഇനി മേലിൽ എന്തെങ്കിലും ഒരു ബന്ധം പറഞ്ഞിട്ട് ഇതിനകത്ത് കയറിയാലുണ്ടല്ലോ ശരിയാക്കി തരുന്നു എന്നായിരുന്നു. അങ്ങനെ മോഹിനി വല്ല ചമ്മി നാറി അവിടുന്ന് ഇറങ്ങി പോവാട്ടോ. ഇന്നത്തെ എപ്പിസോഡ് തീരുന്ന പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.